അഹല്യാമോക്ഷം. കല്ലായിത്തീർന്ന അഹല്യയ്ക്ക് ശ്രീരാമൻ എങ്ങനെയാണ് ശാപമോക്ഷം നൽകിയതെന്ന് നമുക്ക് നോക്കാം. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച ശ്രീരാമനും ലക്ഷ്മണനും മിഥിലയിലേക്കുള്ള യാത്രയിലായിരുന്നു. വഴിമധ്യേ വിജനമായ എന്നാൽ മനോഹരമായ ഒരു ആശ്രമം അവർ കണ്ടു. അത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. അവിടെ വെച്ചാണ് വിശ്വാമിത്രൻ രാമനോട് അഹല്യയുടെ ദുഃഖകഥ വിവരിക്കുന്നത്. ഒരിക്കൽ ഗൗതമ മഹർഷിയുടെ പത്നിയായ അഹല്യയെ മോഹിച്ച് ദേവേന്ദ്രൻ മഹർഷിയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തി. സത്യമറിയാതെ അഹല്യ ഇതിൽ വീണുപോയി. ഇതറിഞ്ഞ ഗൗതമ മഹർഷി കോപാകുലനായി അഹല്യയെ ശപിച്ചു. ആഹാരമില്ലാതെ വായുമാത്രം ഭക്ഷിച്ച് ആരും കാണാതെ നീ ഇവിടെ ഒരു കല്ലായി കിടക്കട്ടെ എന്നായിരുന്നു ആ ശാപം. എന്നാൽ ത്രേതായുഗത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ഈ വഴി വന്ന് അദ്ദേഹത്തിന്റെ പാദസ്പർശമേൽക്കുമ്പോൾ മാത്രമേ നിനക്ക് ശാപമോക്ഷം ലഭിക്കൂ എന്നും മഹർഷി പറഞ്ഞു. യുഗങ്ങൾക്കിപ്പുറം ആ പുണ്യനിമിഷം വന്നെത്തി. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അഹല്യ കിടന്നിരുന്ന ആ ശിലയിൽ ഭഗവാൻ ശ്രീരാമന്റെ തൃപ്പാദങ്ങൾ സ്പർശിച്ചു. ആ നിമിഷം അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. രാമപാദസ്പർശമേറ്റ ഉടൻ തന്നെ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. അവൾ തന്റെ പഴയ രൂപം വീണ്ടെടുത്ത് പരിശുദ്ധയായിത്തീർന്നു. ഭഗവാൻ ശ്രീരാമന്റെ കാരുണ്യത്തിന്റെയും മഹത്വത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. അഹല്യ ഭക്തിപൂർവ്വം രാമനെ സ്തുതിക്കുകയും പിന്നീട് ഗൗതമ മഹർഷിയോടൊപ്പം ചേരുകയും ചെയ്തു. രാമായണത്തിലെ ഇത്തരം ഐതിഹ്യങ്ങളും കഥകളും ഇനിയും കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.